കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരത്തിലെ 2 പോലീസ് എയ്ഡ് പോസ്റ്റുകളുടെ ശോചനീയാവസ്ഥ ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപിൽ വിവരിച്ച് നഗരസഭാ ചെയർമാൻ PP എൽദോസ്. എയ്ഡ് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും പോലീസുകാരുടെ അഭാവം മൂലം രണ്ടും അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കേരള പോലീസ് അസോസിയേഷന്റെ റൂറൽ ജില്ലാ സമ്മേളന വേദിയിലാണ് ചെയർമാൻ എയ്ഡ് പോസ്റ്റുകളുടെ ദുരവസ്ഥ വിവരിച്ചത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ നഗരമായ മൂവാറ്റുപുഴ നഗരത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റുകളുടെ ദുരവസ്ഥയാണ് നഗരസഭാ ചെയർമാൻ PP എൽദോസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിൽ വിവരിച്ചത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ 2 പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അത് അവിടെ ജോലിക്കാരില്ല, പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി അദ്ദേഹം അതിനുള്ള ഒരു ക്രമീകരണം പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതായാലും പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പാവപ്പെട്ടവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടിൽ ക്രമസമാധാന പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. കേരള സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ ഒട്ടേറെയുണ്ട്. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ, താലൂക്ക് ഓഫീസിൽ, വില്ലേജ് ഓഫീസ്, ജില്ലാ കളക്ടറേറ്റ്, അവിടെയൊക്കെ നല്ല പങ്കക്ക് കീഴിൽ അല്ലെങ്കിൽ AC ഒക്കെ ഇട്ട് സുഖലോലുപന്മാരായി ജോലി ചെയ്യുന്ന ആളുകളല്ല ഈ പോലീസ് സേന എന്ന് SP ഉൾപ്പെടെയുള്ള ആൾക്ക് അറിയാം. ഇപ്പോൾ രാവിലെ ഒരു വിഷയമുണ്ടായാൽ മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും അഗ്നിബാധയുണ്ടായാൽ, ദുരന്തമുണ്ടായാൽ, ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം ഉണ്ടായാൽ, ഞങ്ങളൊരു പ്രകടനം നടത്താൻ തീരുമാനിച്ചാൽ ഞങ്ങൾ 10 പേര് വരുമ്പോൾ 100 പോലീസുകാർ വരും. ഈ പോലീസുകാരുടെ ക്രയവിക്രയ ശേഷി അത് തകർക്കുന്ന തരത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രവർത്തന ജോലി ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സഹപ്രവർത്തകർക്ക് അവരുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു സമയക്ലിപ്തത വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാകണം. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തും ലതാ ബസ് സ്റ്റാൻഡിലുമാണ് പോലീസിന്റെ എയ്ഡ് പോസ്റ്റുകൾ നിലവിലുള്ളത്. എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോലീസുകാരുടെ അഭാവത്തെ തുടർന്ന് ഇത് രണ്ടും ഇപ്പോൾ പ്രവർത്തനരഹിതമായ നിലയിലാണ്. കച്ചേരിത്താഴത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച് പോലീസിന് കൈമാറിയെങ്കിലും സ്ഥിരമായി പോലീസുകാർ ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം മതിയായ പോലീസുകാർ സേവനത്തിനില്ലാത്തതാണ്. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ മൂവാറ്റുപുഴയിൽ ഇത്തരത്തിൽ പോലീസുകാരുടെ അഭാവം മൂലം 2 എയ്ഡ് പോസ്റ്റുകളും അടഞ്ഞുകിടക്കുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നഗരസഭാ ചെയർമാൻ PP എൽദോസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിൽ വെച്ചത്. കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളന വേദിയിലാണ് ചെയർമാൻ എയ്ഡ് പോസ്റ്റുകളുടെ ദുരവസ്ഥ വിവരിച്ചത്. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തും ലതാ ബസ് സ്റ്റാൻഡിലുമാണ് പോലീസിന്റെ എയ്ഡ് പോസ്റ്റുകൾ നിലവിലുള്ളത്. എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോലീസുകാരുടെ അഭാവത്തെ തുടർന്ന് ഇത് രണ്ടും ഇപ്പോൾ പ്രവർത്തനരഹിതമായ നിലയിലാണ്. കച്ചേരിത്താഴത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച് പോലീസിന് കൈമാറിയെങ്കിലും സ്ഥിരമായി പോലീസുകാർ ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം മതിയായ പോലീസുകാർ സേവനത്തിനില്ലാത്തതാണ്. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ മൂവാറ്റുപുഴയിൽ ഇത്തരത്തിൽ പോലീസുകാരുടെ അഭാവം മൂലം 2 എയ്ഡ് പോസ്റ്റുകളും അടഞ്ഞുകിടക്കുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നഗരസഭാ ചെയർമാൻ PP എൽദോസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിൽ വെച്ചത്. കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളന വേദിയിലാണ് ചെയർമാൻ എയ്ഡ് പോസ്റ്റുകളുടെ ദുരവസ്ഥ വിവരിച്ചത്. A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.